പരിക്കേറ്റ ഡോഗിനെ കാണുമ്പോൾ ഇതിന്റെ ചെവികൾ ചെന്നായ്ക്കൾ കടിച്ചുപറിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇത് ഒരു കങ്കിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ഗാർഡിയൻ ഡോഗുകളിൽ ഒന്നാണിത്. ഇവയുടെ ചെവികൾ ജനിച്ചയുടൻ തന്നെ മുറിച്ചുമാറ്റുന്നതാണ്. ഇത് ഒരുതരം ക്രൂരതയായി തോന്നാമെങ്കിലും ചില പ്രായോഗിക കാരണങ്ങളാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ഡോഗിന്റെ ചെവികളിൽ ധാരാളം രക്തക്കുഴലുകളുണ്ട്. ചെന്നായ്ക്കളുമായുള്ള പോരാട്ടങ്ങളിൽ ചെവിക്ക് കടിയേറ്റാൽ അമിത രക്തസ്രാവത്തിന് അത് കാരണമാകും. ചെവികൾ നീക്കം ചെയ്യുന്നത് ഈ അപകടസാധ്യത കുറയ്ക്കുകയും യുദ്ധസമയത്ത് അവയുടെ ഇന്ദ്രിയങ്ങളെ കൂടുതൽ മൂർച്ച കൂട്ടുകയും ചെയ്യും. ഈ ഡോഗിന്റെ മുഖത്ത് കാണുന്ന രക്തം ഒരു പരിക്കിൽ നിന്നുള്ളതല്ല. അത് ഈ ഡോഗ് ധരിച്ചിരിക്കുന്ന മുള്ളുകളുള്ള കോളറിൽ നിന്നാണ്. ഇതിനെ വുൾഫ് പ്രൂഫ് കോളർ എന്നാണ് പറയുന്നത്. ചെന്നായ്ക്കൾ സാധാരണയായി ആദ്യം ലക്ഷ്യമിടുന്നത് കഴുത്തിനെയാണ്. കാരണം അതാണ് ഏറ്റവും ദുർബലമായ ഭാഗം. ഈ കോളർ ഒരു മുള്ളുള്ള കവചം പോലെ പ്രവർത്തിക്കുന്നു. ഇത് ഡോഗിനെ ഉപദ്രവിക്കാതെ ആക്രമിക്കുന്നവനെ വേദനിപ്പിക്കുന്നു. എല്ലാ കങ്കൽക്കളെയും ചെന്നായ്ക്കളെ വേട്ടയാടാൻ പരിശീലിപ്പിക്കാറില്ല. കുഞ്ഞുനാളിൽ കാട്ടുചെന്നായുടെ ഒരു കേട്ടുപതറാതെ ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുന്നവയെ മാത്രമേ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കൂ. ഒരു നായ്ക്കുട്ടി ചെന്നായുടെ ശബ്ദം കേട്ട് മടിക്കാതെ നിന്നാൽ ധൈര്യം അതിന്റെ